പ്രിയ നടനും കൊല്ലം MLA കൂടിയായ മുകേഷിനെ ഒന്ന് കാണാനും സെൽഫി എടുക്കാനും മാത്രമായിരുന്നില്ല പുനലൂരിൽ കത്തുന്ന വെയിലത്തും വോട്ടർമാർ തടിച്ചുകൂടിയത്. വലിയ പ്രതീക്ഷ ആ കണ്ണുകളിൽ കാണാമായിരുന്നു. 100% വിജയപ്രതീക്ഷയുണ്ടെന്ന് മുകേഷ് MLA പറഞ്ഞു. സുവർണാവസരം കൂടി വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയെ സേവിക്കുവാൻ. ആ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. പിന്നെ ഈ 7.5 കൊല്ലം കൊണ്ട് എനിക്ക് സ്വയം ഞാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് എന്നും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി, ആദ്യമായി പാലിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചിന്തയും പ്രവൃത്തിയും അഴിമതി രഹിതമായിരിക്കണം. 1 രൂപ എന്തെങ്കിലും തരത്തിൽ നമ്മൾ മോഹിച്ച് മുന്നോട്ട് പോയാൽ അയാൾ പൂജ്യമാണ്. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ തടിച്ചുകൂടിയവരുടെ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനത്തിന് തുടക്കം കുറിച്ചു. ചെമ്മന്തൂരിൽ CPI ജില്ലാ സെക്രട്ടറി PS സുഭാൽ MLA, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ, പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് K രാജു, സെക്രട്ടറി K വരദരാജൻ, പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ജോർജ് മാത്യു, ചെയർമാൻ സലീം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് MLA സ്വീകരിച്ചു. ലത്തീൻ കത്തോലിക്ക പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷ് MLA സന്ദർശിച്ചു. തുടർന്ന് കടക്കൽ പുനലൂർ മണ്ഡലം ജനറൽ ബോഡി യോഗങ്ങളിലും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.